ഹായ് കൂട്ടുകാരെ, സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് വാഴച്ചുണ്ടും വൻപയറും കൂടെ വെച്ചിട്ടൊരു തോരനാണ്. അതിനായി 1/4 കിലോ വൻപയർ ഇവിടെ കുതിരാനിട്ടിട്ടുണ്ട്. ഒരു ചെറിയ വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പുറത്തെ പോളയെല്ലാം കളഞ്ഞ് എടുത്തതാണ്. ഇനി ഈ വാഴച്ചുണ്ട് ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അതുപോലെ ഈ പയർ ഒന്ന് വേവിച്ചും എടുക്കണം. നമ്മൾ വാഴച്ചുണ്ട് ഇവിടെ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഈ വാഴച്ചുണ്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ട് ഒരു ഈർക്കിൽ ചുറ്റിച്ച നൂല് എടുത്ത് കളയാവുന്നതാണ്. പക്ഷേ കൂടുതലും നല്ലത് നമ്മളിങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ തിരുമ്മി എടുക്കുന്നതാണ്. അങ്ങനെ ചെയ്താലും അതിൻ്റെ നൂലങ്ങ് പൊക്കോളും. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ കപ്പിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കണം. ഇത് ഇനി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പയറ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചേർക്കുന്നത്. 2-3 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർക്കാം. ഈ പയർ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകരുത്, ഒരു 1/4 വേവ് മതി. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. തീ ഏറ്റവും കുറച്ച് വെച്ചാൽ മതി. നമ്മൾ പയർ വേവിച്ചപ്പോഴത്തെ ബാക്കി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മിക്സിയുടെ കപ്പ് കഴുകി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി ചേർക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് മൂടി തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ വാഴച്ചുണ്ട് പയർ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ രുചികരമായ ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.